ഹായ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സാധാരണക്കാരനായ ഞാൻ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനായ ഒരാൾ എങ്ങനെയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, അല്ല എത്രത്തോളം ഫ്രാഞ്ചൈസി എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനിയിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് അവിടെ പലരും ചോദിക്കാറുണ്ട്. അതിനൊരു ഉത്തരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചൊന്നും പറയാതെ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്തുള്ള എടപ്പം എന്ന ഗ്രാമത്തിലാണ്. കുടുംബത്തിലാണെങ്കിൽ 3 പെങ്ങന്മാരും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. കുടുംബത്തിൽ ബാധ കൊണ്ട് തന്നെ എനിക്ക് 9ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. 9ാം ക്ലാസ്സിൽ തന്നെ ഞാൻ എൻ്റെ പഠനം നിർത്തി പല തൊഴിലിലോട്ടും പോവുകയാണ് ഞാൻ ഉണ്ടായിരുന്നത്. തൊഴിലെന്ന് പറയുമ്പോൾ കൂലിപ്പണി തൊട്ട് കൃഷിപ്പണി, അതുപോലെ പെയിൻറ്റിങ്, അങ്ങനെ നിരവധി പണികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് SLC എഴുതുന്നതിൻ്റെ ആഗ്രഹമുണ്ടായത്. അങ്ങനെയാണ് നൈറ്റ് ബാച്ചായിട്ടാണ് SLC എഴുതി പാസ്സായത്. പല തൊഴിൽ ചെയ്തപ്പോഴും ഞാനൊരു കാര്യം ചെയ്തിരുന്നു. ഒരു ബിസിനസ് മെൻറ്റാലിറ്റി എനിക്കുള്ളതുകൊണ്ട് തന്നെ ആദ്യം അത് പഠിക്കും, അതിനുശേഷം ആൾക്കാരെ വെച്ച് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം എനിക്കുണ്ടായിരുന്നു. നിരവധി ജോലികളിലും പഠിച്ച എല്ലാ ജോലികളിലും ചെയ്ത എല്ലാ ജോലികളിലും ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ആൾക്കാരെ വെച്ച് തന്നെ, കൂടുതൽ ആൾക്കാരെ വെച്ച് ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചൊരു വരുമാനം ഉണ്ടാക്കാൻ ഞാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നാട്ടിൽ ചെയ്ത ഒരു ബിസിനസ് എന്നെ വൻ പരാജയത്തിലൂടെ എത്തിച്ചു. ബിസിനസ് മറ്റൊന്നുമല്ല, റബ്ബർ സ്ലോട്ടറിങ്ങിൻ്റെ ഒരു ബിസിനസ്സായിരുന്നു. അതെടുത്തു, കടവെല്ലാം മേടിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ സമയത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ റബ്ബറിന് നന്നായി വിലയിടിഞ്ഞപ്പം അത് പിടിച്ചു നിൽക്കാൻ പറ്റാതായിപ്പോയി. കാരണം 240 രൂപയെല്ലാം വിലയുണ്ടായിരുന്ന റബ്ബറിന് 110 എത്തിപ്പോയി. ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ആ സമയത്താണ് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഭാഗം തളർന്നു പോയിരുന്നു. ആ തളർന്നു പോയപ്പോൾ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടീമിനെ നയിക്കാൻ പറ്റാതെ കൊണ്ട് ആ ബിസിനസ് നല്ല രീതിയിൽ തന്നെ പരാജയപ്പെട്ടു. ആ കടബാധ്യത ഉണ്ടായ സമയത്ത് അത് വീട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിലും നാട്ടിൽ നിന്ന് ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ ഞാൻ ഗൾഫിൽ പോയി. അങ്ങനെ ഗൾഫിൽ പോയി അവിടുന്ന് നൈറ്റും ഓവർ ടൈം എല്ലാം എടുത്ത് ആ കടബാധ്യത വീട്ടി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് നാട്ടിലോട്ട് വന്ന് നാട്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായത്. നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അപ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നാട്ടിൽ എന്ത് ബിസിനസ് ചെയ്യണം, ലക്ഷങ്ങളും കോടികളും വേണം. അങ്ങനത്തെ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാതാനും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പലതും ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മനസ്സിലാക്കി. ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും ഉണ്ടെങ്കിൽ, ഒരു കടമുറി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്, ഭാവിയിൽ സാധ്യതയുള്ള ബിസിനസ്സാണ് മനസ്സിലാക്കി ഒരു ജനസേവന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. അതും തന്നെ കൂട്ടുകാരോട് കടം മേടിച്ച് ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ നാട്ടിലെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കമ്പ്യൂട്ടറും പ്രിൻ്ററും എല്ലാം ആക്കിയിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ജനസേവന കേന്ദ്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു CSC ഓൺലൈൻ സേവന കേന്ദ്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് അവിടെ മറ്റൊരു പ്രശ്നം എന്നിൽ വന്നത്. കാരണം ഈ സംഭവം ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. ഈ ഓരോ സർവീസുകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചത് യൂട്യൂബിലെല്ലാം കയറി പഠിച്ച് ചെയ്യാമല്ലോ എന്നായിരുന്നു. ആ രീതിയിൽ കുറച്ച് സർവീസെല്ലാം ചെയ്തു. എങ്കിലും പല ആൾക്കാരും വരുന്ന യൂട്യൂബിലുള്ള സർവീസിൽ ഒന്നും അല്ല ആൾക്കാർ വരുന്നത്. പല ആവശ്യങ്ങളായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ നന്നായി ബുദ്ധിമുട്ടിയത്. അങ്ങനെ ഞാൻ ഷോപ്പ് തുടങ്ങി പോവുകയും ചെയ്തു. ഒരു രക്ഷയില്ല. അതും കടം മേടിച്ചാണ് തുടങ്ങിയത്. പൂട്ടാൻ പറ്റുമില്ല. പിന്നെ തീരുമാനം എടുത്തു, ഏതായാലും തുടങ്ങിയില്ലേ, ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാവുന്ന രീതിയിൽ പലയിടത്തും പോയിട്ട് പല ആൾക്കാരുടെ അടുത്തും പോയി പല സർവീസുകളും പോയി പഠിച്ചു. നന്നായി ചെയ്യാൻ പറ്റി. അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത്, പല ആൾക്കാരും എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ജനസേവന കേന്ദ്രം നടത്തുന്ന ആൾക്കാർ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഈ സർവീസ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്നെ എപ്പോഴും കോൾ വിളിക്കും. ആ കോൾ വിളിക്കുമ്പോഴാണ് എനിക്ക് തീരുമാനമായി. കാരണം ഇതേപോലെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പല ആൾക്കും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എല്ലാവരുടെയും ഫോൺ എടുത്ത് കൃത്യമായി എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റാതായി. കാരണം എനിക്ക് എൻ്റെ ജോലി ചെയ്യണ്ടേ, ഞാൻ ഷോപ്പും തുടങ്ങിയ ഒരാളല്ലേ. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. എല്ലാവർക്കും ആഴ്ചയിൽ ഒന്നോ അല്ല മാസത്തിലൊന്നല്ല എല്ലാവരെയും കൂട്ടി ഒരു സ്ഥലത്ത് റൂം എടുക്കുന്നിട്ട് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. പിന്നെ അതേപോലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാക്കി. അതിലൂടെയാണ് പലർക്കും ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. അന്നേരം ഞാൻ ഈ ചെയ്യുന്നത് പല ആൾ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒഴിവാക്കി മറ്റു പല ജില്ലയിൽ നിന്ന് തന്നെ ആൾക്കാരെ എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി വന്നു. അന്നേരം എനിക്കൊരു ബിസിനസ് സാധ്യതയിൽ മനസ്സിലായി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല പലവർക്കും ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നേരെ ഒരു ട്രെയിനിങ്ങും ബാക്ക് എൻഡ് സപ്പോർട്ടും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം ഉണ്ടാക്കി പല രീതിയിൽ ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് ബിസിനസ് തുടങ്ങിയപ്പോഴാണ് ഒരു നോർമൽ രീതിയാണ് ബിസിനസ് പോയത്.
പിന്നെ അവിടെ നിന്നൊരു ഉയർച്ച ഉണ്ടായത് റൂട്ട് സെറ്റിലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ബിസിനസ് മാനേജ്മെൻറ്റ് എന്നൊരു 13 ദിവസം ഒരു ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിൽ പോയപ്പോൾ അത് എല്ലാ ജില്ലയിലുള്ളതാണ് റൂട്ട് സെറ്റ് എന്നുള്ള, അതായത് സംരംഭകർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അവിടെ പോയപ്പോഴാണ് ബിസിനസ്സിൻ്റെ സിസ്റ്റം എല്ലാം മനസ്സിലാക്കി. അവിടുന്ന് പിന്നെ ഒരു ബ്രാൻഡ് ആക്കാൻ തീരുമാനിച്ചു. ആ ഒരു ഇമിത്രം എന്ന ഒരു ബ്രാൻഡാക്കി. ആ ബ്രാൻഡിലൂടെ ഇപ്പോൾ 3000-ഓളം ഫ്രാഞ്ചൈസി എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ 3000-ഓളം പേരെ സംരംഭകരാക്കി എന്ന് മാത്രമല്ല, അതിലൂടെ 10,000 പേർക്ക് ഒരു തൊഴിൽ സാധ്യത ഉണ്ടാക്കാനും എന്നെക്കൊണ്ട് സാധിച്ചു. ഞാനൊരു സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ ആ ബിസിനസ്സിൻ്റെ പ്രോബ്ലം അതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോഴാണ് എനിക്കൊരു ബിസിനസ്സിലോട്ട് കടന്നു വരാൻ പറ്റിയത്. ഇങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് ഹൗസിലോട്ട് കടന്നു വന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു ഇതെങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത്. അതാണ് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് ഞാൻ കടന്നു വന്നു ഇതേപോലെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചത്. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.